ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേബിൾ ചെയിൻ എന്നുള്ള സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് ആദ്യം ഇതുപോലെ നമ്മൾ സൂചി കുത്തിയെടുക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്ന അതേ പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാണ് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ സൂചി ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടാൽ മതി കേട്ടോ, എന്നാലും മനസ്സിലാവുള്ളേ. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ചെയിന് നമ്മൾ സാധാരണ റൊട്ടേറ്റ് ചെയ്തിട്ട് വലിക്കാറില്ലേ, അതുപോലെ തന്നെ വലിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിങ് വരുമ്പോൾ ഒന്നും കൂടെ ഇതുപോലെ ചുറ്റുക. അതുകൊണ്ട് അത് താഴേന്ന് മുകളിലേക്കാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ. താഴേന്ന് മുകളിലേക്ക് അത് ചുറ്റിയിട്ട് നമ്മൾ പിന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെയിൻ സ്റ്റിച്ചിനെയാണ് കേബിൾ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അത് ഞാൻ ഐ ബട്ടണിന് അതിൻ്റെ വീഡിയോ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു കണക്ഷൻ, അപ്പോൾ ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്തടുത്തായി ഉണ്ടാവുക സാധാരണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഒരു കേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്ഷൻ കണ്ടില്ല, ഒരു നീളത്തിലൊരു ലൈൻ പോലെ അത് വരുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനിതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ. ഇനി നമുക്ക് സാധാ ചെയിൻ സ്റ്റിച്ച് ഇടുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ കോർക്കേണ്ടത്. താഴേന്ന് മുകളിലേക്ക് അങ്ങനെ സൂചിയിൽ കോർത്ത് കഴിഞ്ഞാൽ അത് വൃത്തിയിൽ കിട്ടൂല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ ചെയിൻ സ്റ്റിച്ച് തന്നെ പല മോഡലിലുണ്ട്. ഇതിന് മുന്നേ മാജിക് ചെയിൻ, വിപ്പഡ് ചെയിൻ, അങ്ങനെ പല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് മോഡൽ ചെയിൻ സ്റ്റിച്ചുകളുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ട്വിസ്റ്റഡ് ചെയിൻ ഉണ്ട്, ഇനി സിഗ്സാഗ് ചെയിൻ ഉണ്ട്, ഫെതേർഡ് ചെയിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെയിനിൻ്റെ സ്റ്റിച്ചസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഓരോ ക്ലാസ് വൈസ് ആയിട്ട് ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ട്വിസ്റ്റ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. താഴെ കൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ സാധാ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു കൂടെ, ഉള്ളിലൂടെ അല്ല കേട്ടോ, പുറത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.